നമസ്കാരം. ഫെങ്ഷുയി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലം കൊണ്ട് ഇങ്ങനൊരു എപ്പിസോഡ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പണിപ്പുരയിലായിരുന്നു. ഫെങ്ഷുയിയുടെ ഐറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഒരു വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പണ്ട് മുതൽ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കത് കുറേ ഐറ്റങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് ഒരു 3-4 എപ്പിസോഡായിട്ട് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ഫെങ്ഷുയിയുടെ ബേസിക് ഫെങ്ഷുയിയുടെ ഫ്ലൈയിങ് സ്റ്റാർ അല്ല, ബേസിക് ഫെങ്ഷുയിയുടെ ഒത്തിരി ടൂളുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെട്ടു. പല ആൾക്കാരും വിളിച്ചിട്ട് സാറേ എൻ്റെ അത് കിട്ടി, അത് ഞാൻ എന്ത് ചെയ്യണം, ഇത് കിട്ടി ഇതെന്ത് ചെയ്യണം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് എന്തൊക്കെയാണ് ഐറ്റങ്ങൾ, അതിനെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര ഐറ്റം ലാഫിംബുദ്ധയുണ്ട്, ഇതൊക്കെയാണ് നമ്മളിതിനകത്ത് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, തേജസ് ഫെങ്ഷുയി ഡയറക്ടറാണ്. അപ്പോൾ 27 വർഷം കൊണ്ട് ഫെങ്ഷുയി എന്ന ഫീൽഡിൽ അതിശക്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 10,000-15,000-ഓളം വീടുകൾ ഇതുവരെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നത് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെയാണ്. ഫെങ്ഷുയിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്യും. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിയാണ്. ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓരോ പീരീഡിൽ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചുണ്ട്. ഇപ്പം ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ച് പീരീഡ് 9 ആണ്. അപ്പോൾ പീരീഡ് 9 അനുസരിച്ചുള്ള സെറ്റിനാണ് എല്ലാ വീടുകളിലും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവും. ഓരോ വീടുകളിലും ഓരോ ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ചുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. ആ ലോഡ്സ് സ്ക്വയർ അനുസരിച്ച് ഓരോ വീടുകളിലും ഓരോ പ്രത്യേകതകളുണ്ട്. കാരണം വീടിൻ്റെ മൗത്താണ് അതിൻ്റെ ഡോർ, മെയിൻ ഡോർ. ആ മെയിൻ ഡോറിൽ നിന്ന് വരുന്ന എനർജി ലെവൽ എത്രത്തോളം ഉണ്ട് അതനുസരിച്ചാണ് റൂമിൻ്റെ ഓരോ സ്ഥലങ്ങളും അല്ലെങ്കിൽ ആ വീടിൻ്റെ അകത്തുള്ള ഓരോ റൂമുകളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉള്ളിടത്ത് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും, 4 നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ സ്ഥലം എവിടെയൊക്കെയാണ്? അപ്പോൾ പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ചിട്ടാണ് വീടിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ബേസ്മെൻറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബേസ്മെൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ പല ഇന്ത്യൻ വാസ്തു അനുസരിച്ച് 5 പ്രായമുള്ള വീടുകളാണുള്ളത്: ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ യൗവനാവസ്ഥയിലുള്ള വീട് അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള. എന്താ യൗവനവും കൗമാരവും? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ നോക്കിയാൽ മതി. ബാല്യാവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, അല്ലേ? അത് കഴിഞ്ഞാൽ കൗമാരവും യൗവനാവസ്ഥയിലൊക്കെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നടത്താൻ വാർദ്ധക്യാവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? കുട്ടികളെ ആശ്രയിച്ച് നിൽക്കുക, അങ്ങനെയല്ലേ? പിന്നെ മരണാവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാം തീരും. ആ ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ വീടിനും ആ രീതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയും, എത്ര വാസ്തുദോഷമുള്ള വീട് ആയിരുന്നാൽ പോലും ഒരു വ്യാഴവട്ടക്കാലം നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്നാണ്. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷക്കാലം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർ വീടുകൾ വയ്ക്കുമ്പോൾ അവർക്ക് ചെന്ന് താമസം തുടങ്ങി 1-2 മാസം കഴിയുമ്പോഴേ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നുണ്ട്. പല വീടുകളിലും ഞാൻ നോക്കി ഒത്തിരി വീടുകളിൽ അങ്ങനെയുണ്ട്. വാടക വീടായിരുന്നാലും നമ്മൾ പോയി കയറി താമസിക്കുമ്പോൾ നമുക്ക് ചില വീടിൻ്റെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിൾ അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനാണ് നമുക്ക് ഒരു വാടക വീട്ടിലാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് ഓൾറെഡി നിങ്ങൾ വച്ചു കഴിഞ്ഞു, അത് വളരെ നിങ്ങളുടെ ഒരു ഡ്രീം ഹൗസാണ്, ഇനി അതിൽ നമുക്ക് ചെന്ന് കയറിയപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ വീടിന് നമുക്ക് പൊളിക്കാനോ ഇടിക്കാനോ ഒന്നും പറ്റുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് ഫെങ്ഷുയി. വീടിൻ്റെ ഒരു ഭാവവും ഇടിക്കുകയും വേണ്ട, പൊളിക്കുകയും വേണ്ട, നിരത്തുകയും വേണ്ട. ഈ ഫെങ്ഷുയിയുടെ ഓരോ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവിടുത്തെ എനർജി ലെവൽ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം. വളരെ നല്ല മാറ്റമാണ് കിട്ടുന്നത്. വിതിൻ 24 hours ചേഞ്ച് അറിയാൻ പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. പല വീടുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. വളരെ ഒരു മിറാക്കിൾ പോലെയാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാൻ വീടിൻ്റെ വാസ്തുവിന് കഴിവുണ്ടെന്നാണ് പറയാറ്. നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് വെച്ചോളൂ, ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും. അത് ഒരച്ചട്ടാണത്, ഓരോരുത്തരുടെ അനുഭവമാണത്. ചില വീടുകളിൽ ചെന്ന് കയറിയാലോ എന്തിനിറങ്ങിയാലും
അതിന് തടസ്സം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് കാര്യങ്ങൾക്കിറങ്ങിയാലും തടസ്സം ഉണ്ടാവും. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരു ഫാമിലി നമ്മളൊരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങുമ്പോഴോ കലഹം ഉണ്ടാവാം, കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവാം, കുട്ടികളുടെ പഠനം പോലും ഒരു കുറഞ്ഞു പോകാവുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം എപ്പോഴും നമ്മളൊരു ബേസ്, നമ്മളൊരു വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുത്തിട്ട് ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കുന്ന സ്ഥലം പോലും നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതിന് ഏറ്റവും ഒരു സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. 3 ടൈപ്പ് ഭാഗ്യമാണ് ഒരു മനുഷ്യനുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈശ്വരഭാഗ്യം, വ്യക്തിഭാഗ്യം, ഭൂമിഭാഗ്യം. നമ്മളതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് നോക്കി നമ്മളൊരു ശതമാനക്കണക്കിൽ നമുക്ക് ഇട്ട് നോക്കാം. 40% ഈശ്വരഭാഗ്യം, 30% ഭൂമിഭാഗ്യം അല്ലെങ്കിൽ വ്യക്തിഭാഗ്യം, 30% ഭൂമിഭാഗ്യം. അങ്ങനെ വരുമ്പോൾ 100% ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിയും. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈശ്വരഭാഗ്യം നമ്മൾക്ക് കിട്ടിക്കഴിയും. അതെങ്ങനെയെന്നറിയാമോ? എങ്ങനെയാണ്? അത് കുറച്ച് പുറകോട്ട് പോകണം. ഏകദേശം 2 കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ? 2 കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. അതായത് നമ്മൾ അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്താ? അപ്പോഴാണ് ശരിക്കും ജനനം. അങ്ങനെ വരുന്ന സമയത്ത് ആ ആളിന് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളായിരുന്നു. അന്നേ നമുക്ക് ഈശ്വരാധീനം ഇല്ലെങ്കിൽ എന്തു ചെയ്യും? മറ്റേൻ്റെ കൂട്ടത്തിൽ അങ്ങ് എപ്പോഴേ നഷ്ടപ്പെട്ടു പോയേനെ അല്ലേ? അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ 40% ഈശ്വരഭാഗ്യം ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം? അതിനാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആരാധനാക്രമങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈശ്വരാധീനം നിങ്ങളിൽ നിലനിൽക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആചാര്യന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിന്നോ അങ്ങനെയൊന്നുമില്ല. ഓരോ മതത്തിലും അവരവരുടെ ആചാര ക്രമീകരണങ്ങൾ വ്യക്തമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവന് ആ 40% കിട്ടിയിട്ടുള്ള ഈശ്വരഭാഗ്യം അവന് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആ 40% ഈശ്വരഭാഗ്യം കിട്ടിക്കഴിഞ്ഞു. പിന്നെന്താ? 30% വ്യക്തിഭാഗ്യം. അതവിടെ നിൽക്കട്ടെ. വ്യക്തിഭാഗ്യമൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടുവാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മൾ സമൂഹത്തിൽ എത്ര നന്മ ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് വ്യക്തിഭാഗ്യമായിട്ട് നമുക്ക് ഒരു ശത്രു നമുക്കുണ്ടെന്ന് വെച്ചോളൂ. എന്തെങ്കിലും ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തിൽ ഒരു ശത്രു നമുക്ക് രൂപപ്പെട്ടു. ആ ശത്രുവിൻ്റെ ഉദ്ദേശം എന്താ? അവനെ എങ്ങനെ തകർക്കാം, അതാണ് ആ ശത്രുവിൻ്റെ ഉദ്ദേശം. എല്ലാവരുടെയും അത് തന്നെ. നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നാൽ ആ ആൾ നമ്മുടെ ശത്രുവായി മാറും. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ബന്ധുക്കൾ പോലും ശത്രുസ്ഥാനത്ത് കാണുന്നതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്കുണ്ടായിരുന്ന കാലത്ത് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇല്ലായ്മ കാലത്ത് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ കാരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിലവുകൾ കൂടുതൽ കാരണം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുതാ മനോഭാവം ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അധപ്പതനം സംഭവിക്കുകയാണെങ്കിൽ അവർ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയും നിങ്ങളുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിനക്കിത് വേണോടാ, നിനക്കിത് കിട്ടിയാലേ പറ്റൂ എന്നുള്ള രീതിയിൽ. അതാണ് വ്യക്തിഭാഗ്യം. ഒരു വ്യക്തികൾക്കും കിട്ടാൻ വളരെ പ്രയാസമാണ്. വ്യക്തിഭാഗ്യം കിട്ടാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഭൂമിഭാഗ്യം, നമ്മുടെ ഭൂമിഭാഗ്യം, നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുവാൻ ആരടുത്തും ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. നേരത്തെ ഞാൻ പറഞ്ഞു 40% ഈശ്വരഭാഗ്യം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 30% ഭൂമിഭാഗ്യം കൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സൂട്ടബിളായാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് സൂട്ടബിളായാൽ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂം നിങ്ങൾക്ക് സൂട്ടബിളായി കഴിഞ്ഞാൽ ആ 30% ഭൂമിഭാഗ്യം കൂടെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ 70% ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആവാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശതമാനക്കണക്കിലൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ശതമാനങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് ഉടനെന്ന് വിളിച്ച് ചോദിക്കല്ലേ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്.
കേട്ടോ. അങ്ങനെ പല കമൻറ്റുകളും വരാറുണ്ട്, സാറേ ഇത് ഏത് ഗ്രന്ഥമാണ്? ഈ ഗ്രന്ഥങ്ങളൊന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസാണ്. 10-27 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന അവൻ്റെ എക്സ്പീരിയൻസാണ് ഈ ഷെയർ ചെയ്യുന്നതെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഭൂമിഭാഗ്യം, ആ ഭൂമിഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ താമസിക്കുന്ന വീട് നമുക്ക് സൂട്ടബിൾ ആവണം. അത് വാടക വീടായിക്കോട്ടെ, നമ്മുടെ സ്വന്തം വീടായിക്കോട്ടെ, ഏത് വീടായിക്കോട്ടെ, അത് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമുക്ക്, ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ തലവര മാറ്റാനുള്ള കഴിവ് അതിനകത്തുണ്ട്. നമ്മുടെ തലവര മാറ്റുവാനുള്ള കഴിവ് നമ്മുടെ വീട്ടിലുണ്ട്. കാരണം അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ. ഇപ്പം വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 4 പോസിറ്റീവ് എനർജി ഉള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും വീട്ടിൽ ചിലപ്പോൾ 4 മെമ്പേഴ്സ് ഉണ്ട്, 4 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അത് കിട്ടുന്നത്. അപ്പം വ്യക്തികൾക്ക് എവിടെയാണോ പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് തന്നെ 4 ഡയറക്ഷൻ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ. ആ 4 ഡയറക്ഷനും 4 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന്, നമുക്ക് ഇപ്പം ഉദാഹരണം കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സംശയം ഉണ്ടാവും. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് പോകും, അതാ പ്രശ്നം. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ബേസിക്കായിട്ടൊന്ന് മനസ്സിലാക്കണമല്ലോ. സാധാരണ ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ആ ക്ലാസ്സിൻ്റെ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബേസിക്കായിട്ട് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്താണ് ഫെങ് ഷുയി അല്ലെങ്കിൽ എന്താണ് വാസ്തു. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇതൊരു 3-4 എപ്പിസോഡായിട്ട് പോകാം. അങ്ങനെ പോകണ്ടായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇനി മതി നിർത്തിക്കോളാൻ പറഞ്ഞാൽ ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമുക്ക് ഒരു വ്യക്തിക്ക് 2 വിഭാഗമാണ് ആൾക്കാരുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അപ്പോൾ പല ആൾക്ക്, അയ്യോ എൻ്റെ അച്ഛൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടില്ല, എൻ്റെ അമ്മ എഴുതി വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് പല ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്. കൃത്യമായിട്ടുള്ള വർഷവും മാസവും കിട്ടിക്കഴിഞ്ഞാൽ, ദിവസം നിർബന്ധമല്ല, ആ മാസവും വർഷവും കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, എവിടെയൊക്കെയാണ് നെഗറ്റീവ് എനർജി കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ കോ നമ്പർ എന്നപ്പോൾ ചോദിച്ചു, KUA ക്വാ നമ്പർ. എന്താണ് കോ നമ്പർ? ശരിക്കും പറഞ്ഞാൽ ചൈനീസ് വാസ്തുവിദ്യ അനുസരിച്ച്, അല്ലെങ്കിൽ ചൈനീസ് അസ്ട്രോളജി അനുസരിച്ച് നമ്മൾ എന്ത് കാര്യവും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോ നമ്പർ മുഖേനയാണ്. ആ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുവാനാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് ആവശ്യം വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കോ നമ്പർ എടുത്തുകൊണ്ട് ആ കോ നമ്പർ വച്ചുകൊണ്ടാണ് ആ വീട്ടിൽ ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, ഏതൊക്കെ ഭാഗത്ത് നെഗറ്റീവ് എനർജി കിട്ടുന്നു, ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കോ നമ്പർ വെച്ച് നമ്മളത് കണ്ടുപിടിച്ചു. അതിൽ തന്നെ ഓരോ വ്യക്തികൾക്കും സക്സസിൻ്റെ സ്ഥലമുണ്ട്, വിജയത്തിൻ്റെ സ്ഥലമുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആ വിജയത്തിൻ്റെ ദിക്കിലോട്ട് നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവും. അതേപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ തട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ തട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് വെച്ചോളൂ, എത്ര മെഡിസിൻ കഴിച്ചിട്ടും ആളുടെ അസുഖം മാറുന്നില്ല. പല ആൾക്കാരും വിളിച്ച് പറയുന്ന കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസായി ഞാൻ പറയുന്നത്. പല ആൾക്കാരും, ഏറ്റവും ഉദാഹരണം നമ്മുടെ ഫിലിം സ്റ്റാർ ജഗതിച്ചേട്ടൻ്റെ വീടാണ്. ഏറ്റവും ഉദാഹരണം, ജഗതിച്ചേട്ടനെ കിടത്തിയിരുന്ന സ്ഥലം. കഴിഞ്ഞ അങ്ങേ വിഷുവിന് ഞാൻ ജഗതിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് വിഷു കൈനീട്ടം, കാരണം നമ്മുടെ ഒരു പ്രോഗ്രാമായിട്ടൊരു വിഷു കൈനീട്ടം കൊടുക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് ആ ചേച്ചിയും മോനും ഒക്കെ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് നോക്കണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് കിടത്തിയിരിക്കുന്ന സ്ഥലത്ത് അല്പം നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഞാൻ പറയാം, നെഗറ്റീവ് എനർജിയാണ് ആ ഭാഗത്തുള്ളത്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കിടത്തു, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ ചെന്ന സമയത്ത് ഏതോ ഒരു വാസ്തുക്കാരനെ കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഇടിച്ച് നിർത്തി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. അത് ഞാൻ പറഞ്ഞു, നമ്മളായിരുന്നെങ്കിൽ നിന്ന് ഇടിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു. ഓക്കെ, ആ റൂമും കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ചേട്ടന് നല്ലൊരു മാറ്റം അറിയാമല്ലോ. ജഗതിച്ചേട്ടൻ്റെ മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും, 2 വർഷമായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സൂട്ടബിളായിട്ടുള്ള നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അസുഖം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അസുഖം മാറുവാൻ നമ്മൾ ഏത് ദിക്കിലോട്ട് തലവച്ച് കിടക്കണം എന്ന് പോലും നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യത്തിൻ്റെ തട്ടുണ്ട്.
ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ആരോഗ്യത്തിൻ്റെ തൊട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പല ആൾക്കാരും അനുഭവിക്കും, നിങ്ങളുടെയൊക്കെ വീട്ടിൽ അനുഭവം ഉള്ളതായത് ഒരു പ്രശ്നമില്ല, എന്താ പ്രശ്നം? അപ്പോൾ അവരെന്ത് പറയും? വീട്ടിൽ വന്ന് കയറുമ്പോൾ അയ്യോ വീണ്ടും അസ്വസ്ഥത, ഭയങ്കര അസ്വസ്ഥത, മനസ്സമാധാനമില്ല, അസുഖങ്ങൾ രൂക്ഷമാവുന്നു, അങ്ങനെ വരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കിടക്കുന്ന റൂം നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ തലവെച്ച് കിടക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല. അത് അപ്പോഴും കണക്കാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ആ വീടിൻ്റെ പ്രധാന വാതിൽ നിങ്ങൾക്ക് സൂട്ടബിൾ അല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിക്കും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് സക്സസ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആരോഗ്യം, ഏതൊക്കെ ഭാഗമാണ് മനസ്സമാധാനവും സന്തോഷവും, ഇതെല്ലാം കിട്ടിയാൽ പോരല്ലോ. മനസ്സമാധാന സന്തോഷം ഉണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കുള്ളൂ അല്ലേ? മനസ്സമാധാന സന്തോഷം ഏതൊക്കെ ഭാഗത്തു നിന്ന് കിട്ടുന്നു, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു യാത്ര പോവുകയാണ്, ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളത്. ജസ്റ്റ് ഒന്ന് കോമ്പസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കോമ്പസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ആ ബെഡിലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെഡിൻ്റെ പൊസിഷൻ എങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാണ്, ജസ്റ്റ് എല്ലായിടത്തും ഫിക്സഡ് ആയിരുന്നു അല്ല ബെഡ്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അല്ലെങ്കിൽ തലയൊന്ന് മാറ്റി വെച്ച് കിടന്നു കഴിഞ്ഞാൽ സക്സസ് ആവും. കാരണം ജീവിതത്തിൽ നമ്മൾ കുറേ അടുക്കും ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യത്തിനിറങ്ങിയാലും വിജയിക്കാൻ പറ്റൂ. ഓക്കെ, അതൊന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള രീതിയിലും വീടിൻ്റെ എനർജി ലെവൽ, വീടിൻ്റെ മൗത്തിൽ നിന്ന് വരുന്ന, വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് വരുന്ന എനർജി ലെവലും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കണം. അത് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഭൂമി ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സൂട്ടബിൾ ആവണം. ആ വീട് സൂട്ടബിളായാൽ നമുക്ക് ഭൂമി ഭാഗ്യം നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ വാട്സാപ്പ് നമ്പർ സെപ്പറേറ്റ് ഞാൻ കൊടുത്തേക്കാം. ആ വാട്സാപ്പിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് നോക്കി പറഞ്ഞു തരാം. എനിക്ക് കൺസൾട്ടിങ്, അത് നോക്കി പറയുന്നതിന് പ്രത്യേകിച്ച് കാശൊന്നുമില്ല. നിങ്ങളുടെ വീട് വന്ന് കറക്റ്റ് ചെയ്യുന്നതിന് കാശുള്ളൂ. കാരണം ഈ സാധനങ്ങളൊക്കെ ചുമ്മാ കിട്ടത്തില്ല, പൈസ കൊടുത്തല്ലേ കിട്ടത്തുള്ളൂ. മാത്രമല്ല ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയുടെ സാധനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഞാൻ ഇതൊരു സ്റ്റോൺ ഹീലറും കൂടെയാണ്, ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു വീട് ചെയ്യുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് റിസൾട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ബേസിക് ഫെങ്ഷിയോ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷിയോ പോലെ അല്ല ഞാൻ ചെയ്യുന്നത്. ആ വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി എപ്പോഴും പറയാറുണ്ട്, തലനാരിഴ കയറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക. അതൊരു വാടക വീടായിരുന്നാലും സ്വന്തം വീടായിരുന്നാലും ഒത്തിരി സമയമായി തോന്നും അല്ലേ? എങ്കിൽ നമുക്ക് ബാക്കി അടുത്ത ആഴ്ച വയ്ക്കില്ല, അടുത്ത ദിവസം വയ്ക്കില്ല, ഇതേപോലെ സമയമുള്ള ഞാൻ ഷൂട്ട് ചെയ്താലും. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഫെങ്ഷുയെക്കുറിച്ച് ഒത്തിരി ഐറ്റങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ ഐറ്റങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വീടിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞു, അതിൽ നിന്ന് വരുന്ന എത്ര ഡിഗ്രി ആംഗിളിലാണ് നമുക്ക് എനർജി വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഏതായിരുന്നാലും ഇനി തൊട്ട് ഇത് കാണാതിരിക്കുമ്പോൾ ഒരു ബുക്കും പേപ്പറും എടുത്ത് കയ്യിൽ വെച്ചോളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫെങ്ഷു സ്പെഷ്യൽ ക്ലാസ്സിലോട്ട് എപ്പോഴും എല്ലാവരും ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് തന്നെ അടുത്തൊന്നും കൂടെ എടുക്കുന്നുണ്ട്, നിങ്ങളുടെ നാളെയും മറ്റന്നാൾ. അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ 2 ദിവസത്തിലൊരിക്കൽ ഇടുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഓരോ ടിപ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ചാനലിൽ തന്നെ പോകുന്നത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യണം. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പം വൈകുന്നേരം വരെ ഒരേ കണക്കെന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർ ക്ലാസ്സുകളെടുക്കും ഞങ്ങൾ അങ്ങനെയാണ്. ഈ തുടങ്ങിയാൽ ആ ഒരു ഇൻട്രസ്റ്റ്, കാരണം നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് അത്രത്തോളം ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ച് കടകടകടയെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിരിക്കുന്നവർ ഏറ്റവും കൂടെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.